ചരിത്രത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലമെന്ന CPM രാജക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ്, കുടിവെള്ളം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി ആയിരക്കണക്കിന് കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ടെന്നും ഇന്ന് കാണുന്ന റോഡുകളും നിർമ്മാണം നടക്കുന്ന ജില്ലാ ആശുപത്രിയും ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും അടക്കമുള്ള സ്കൂളുകളുടെ മുന്നേറ്റവും അതിന് ഉദാഹരണമാണെന്നും സുമാ സുരേന്ദ്രൻ പറഞ്ഞു. 2016-25 കാലഘട്ടം 10 വർഷ കാലഘട്ടത്തിൽ ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇടപെടൽ നടത്താൻ സാധിച്ചത് കിഫ്ബി പ്രസ്ഥാനത്തിലൂടെയാണ്. ഏതാണ്ട് 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ മാത്രം നമ്മുടെ മണ്ഡലത്തിൽ സാധ്യമായിട്ടുണ്ട്. പ്രധാനമായി പറയാൻ പറ്റുന്ന ആരോഗ്യം, കുടിവെള്ളം, അതുപോലെ വിദ്യാഭ്യാസം. ഈ മണ്ഡലത്തിലെ സ്കൂളുകൾക്കാകെ 55 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ മുടക്കിയിട്ടുള്ളത്. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കുട്ടികൾക്ക് ഹൈടെക് ക്ലാസ് മുറികൾ നമ്മൾ രാജാക്കാട് ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോല 2-ാം മൈൽ റോഡിന് വേണ്ടി മാത്രം അതിൻ്റെ 160 കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ചത്. നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജ്, പൂപ്പാറ ഗവൺമെൻറ് കോളേജ്, ഒട്ടേറെ സ്റ്റേഡിയങ്ങൾ, നെടുങ്കണ്ടത്ത് 2 പ്രധാനപ്പെട്ട ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെ 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ, നമ്മുടെ ഒരു ജില്ലാ ആശുപത്രി ഏതാണ്ട് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ഇതെല്ലാം കിഫ്ബി എന്ന പറയുന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് തന്നെയുമല്ല, നമ്മുടെ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ 780 കോടി രൂപ അതിന് തന്നെ മുടക്കിയിട്ടുണ്ട്.